ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി നാച്ചുറലായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരാൻ സഹായിക്കുന്ന ഒരു താളി പ്ലസ് ഹെയർ പാക്കാണ്. നിങ്ങൾക്കിതൊരു താളിയായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു താളി ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ മൊട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ പൂവ് ഇട്ടാത്തതുകൊണ്ടാണ് മൊട്ട് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ പൂവോ അല്ലെങ്കിൽ മൊട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചെമ്പരത്തിയുടെ മൊട്ടാണ് എടുത്തിട്ടുള്ളത്. ചെമ്പരത്തി മുടിയിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും മുടിയുടെ നരയൊക്കെ കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി കുറച്ചും കൂടെ ഒന്ന് കട്ടിക്ക് വളരാനും മുടിയുടെ ടെക്സ്ചറിൽ തന്നെ മാറ്റം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമായിരിക്കും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നതാണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് ചെമ്പരത്തി. അപ്പം നിങ്ങൾ ചെമ്പരത്തി എടുക്കുന്ന സമയത്ത് ചുവന്ന ചെമ്പരത്തി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. ഇപ്പോൾ ഒരു താളിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ചെമ്പരത്തിയുടെ ഇല തന്നെ എടുക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ ചെമ്പരത്തിയുടെ ഇലയും വേണം, കുറച്ച് ചെമ്പരത്തി പൂവും വേണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അലോവേരയുടെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. അലോവേരയും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നമ്മുടെ മുടി നല്ല കട്ടിക്ക് വളരാനും മുടി നല്ല സ്മൂത്തനാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി താരനുള്ളവരൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ താരനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ മുടിക്ക് ഉള്ളു കുറഞ്ഞിട്ടുള്ളവർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ സഹായിക്കും. നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ ഉള്ളിയുടെ നീരാണ് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഉള്ളി വെച്ചിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയുടെ പൂവും ഇലയും ഒക്കെ കഴുകിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയുള്ളിയും കഴുകിയതിന് ശേഷമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ടാണ് നമുക്കൊരു പാക്ക് പോലെയും താളി പോലെയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലത്. താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പം നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് പോയില്ലെങ്കിൽ അത് പിന്നെയും തലയിൽ പറ്റി പിടിച്ചിരുന്ന് താരന് അധികമാവും. അതുകൊണ്ട് എല്ലാവരും അരിച്ചെടുത്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കാം. ഒരു തുണിയിലൊക്കെ അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ താളി മുഴുവനായിട്ടും കിട്ടുള്ളൂ. അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും. താളി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കും താളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും അളവിലാണ് കിട്ടിയിട്ടുള്ളത്. തുണിയിൽ പിഴിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തുണിയിൽ തന്നെ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു താളി യൂസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ താളി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് നമ്മൾ താളിയും ഷാമ്പൂ ഒക്കെ സാധാരണ യൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. നനഞ്ഞ മുടിയിലേക്ക് ആക്കി കൊടുക്കുക. ഒന്ന് കൈകൊണ്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. അങ്ങനെ താളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇനി ഇത് നിങ്ങളൊരു ഹെയർ പാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെയർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി
ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ ചീകി നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. തലയ്ക്ക് തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൽ കൂടുതലായിട്ട് വയ്ക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതൊരു താളിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള എല്ലാ അഴുക്കുകളും പോയി കിട്ടും. ഡീപ്പായിട്ട് തന്നെ നമ്മുടെ മുടി ക്ലീൻ ചെയ്തെടുക്കും. മുടി മാത്രമല്ല നമ്മുടെ സ്കാൽപ്പും ക്ലീൻ ചെയ്തെടുക്കും. തലയിൽ താരൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും താളിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ തല നന്നായിട്ട് കഴുകണം എന്നാണ് പറയാറുള്ളത്. അപ്പം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ള ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് താളിയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു താളി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹെയർ പാക്കായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്